ഹലോ, ഇന്ന് നമ്മൾ ഇറ്റലിയിൽ നിന്ന് ജർമ്മനിയിലേക്ക് പോവുകയാണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. നല്ല റഷായിരുന്നു. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. ഭയങ്കര റഷായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഒരുപാട് സാധനങ്ങളുണ്ടെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇല്ലായിരുന്നു. വേറെ വേറെ ടൈപ്സ് ആയിരുന്നു. ഇറ്റാലിയൻ കുസൈൻസ്, ചീസൊക്കെ ആണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പൊന്നും അല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തുനിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ടാക്സി വന്നു. ടാക്സിയിൽ കയറിയിട്ട് നമ്മൾ എയർപോർട്ടിലേക്ക് പോവുകയാണ്. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ്. കുറച്ചുകൂടി നമുക്ക് നമ്മളുമായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്ന കണക്ക് തോന്നി. ഡ്രൈവറാണെങ്കിലും ഹോട്ടലിലുള്ളവരാണെങ്കിലും. പിന്നെ ഹോട്ടലിൽ നെറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് അതൊരു ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ എയർപോർട്ടെത്തി. ആസ് യൂഷ്വൽ സ്റ്റാഫ് ടിക്കറ്റ് ആയതുകൊണ്ട് നമ്മൾ സ്റ്റാൻഡ് ബൈ ആയി. ലാസ്റ്റ് മൊമെൻറ്റിൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം ഞങ്ങൾ ബാഗൊക്കെ ചെക്ക് ഇൻ ചെയ്യാനിട്ടിട്ട് ബോർഡിംഗ് ഗേറ്റിലേക്ക് പോവുകയാണ്. ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല സ്പോട്ടൊക്കെ ഉണ്ടായിരുന്നു. ബാക്കി സ്ഥലങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ റേറ്റൊക്കെ കുറച്ച് കുറവാണ്. ഇപ്പോൾ എയർപോർട്ടിനകത്താണെങ്കിലും എല്ലാത്തിനും പ്രൈസ് ഇത്തിരി കുറവാണ്. പിന്നെ നമ്മൾ ഇവിടെ ലോഞ്ചിൽ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വെച്ചു. സമയമുണ്ട്, നമുക്ക് ബോർഡിങ്ങിന് സമയമുള്ളത് കൊണ്ട് നമ്മൾ ലോഞ്ചിലേക്ക് പോയി. അവിടെ ഇങ്ങനെ കുറച്ച് ഐറ്റംസ് നമുക്ക് ഇഷ്ടപ്പെടുന്ന അങ്ങനെ എല്ലാ ഐറ്റംസൊന്നുമില്ല. ഫ്രൂട്ട്സും ക്രോയ്സൻറ്റും പിന്നെ ബർഗർ, പിസ്സ അങ്ങനത്തെ ടൈപ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാത്തിൽ നിന്നും ഓരോന്നെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി. നമ്മൾ ഫുഡ് എടുക്കുന്നതിനനുസരിച്ച് അവർ ഫില്ല് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരിതായിരുന്നു. ജ്യൂസ്, ടീ, കോഫി. ഞാനൊരു ക്രോയ്സൻ്റ്, ഒരു ബർഗർ, അങ്ങനെ 2-3 ഐറ്റംസ് മാത്രമേ ടേസ്റ്റ് ചെയ്തുള്ളൂ. കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതുകൊണ്ട് അധികം വിശക്കുന്നില്ലായിരുന്നു. അങ്ങനെ കുഴപ്പമില്ല എന്ന് പറയാം. എനിക്ക് ഇറ്റാലിയൻ പിസ്സ കഴിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ബൈറ്റിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് കഴിച്ചില്ല. അങ്ങനെ നമ്മൾ ബോർഡിംഗ് ഗേറ്റ് എത്തി. സഡൻലി ബോർഡിംഗ് ഗേറ്റ് ചേഞ്ചായി. നമുക്ക് മനസ്സിലായില്ല. അവർ അനൗൺസ് ചെയ്തത് ഇംഗ്ലീഷിലല്ലാത്തതുകൊണ്ട് നമുക്ക് മനസ്സിലായില്ല. സെനോരിറ്റ എന്ന് പറയുന്നത് മാത്രമാണ് മനസ്സിലായത്. അങ്ങനെ ലാസ്റ്റ് മൊമെൻറ്റിൽ നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടി. അങ്ങനെ നമ്മൾ ബോർഡാവാൻ പോവുകയാണ്. ഇപ്പം നമ്മൾ ബോർഡിംഗ് ഗേറ്റിൽ നിന്ന് ഫ്ലൈറ്റിലേക്ക് ഒത്തിരി നടന്നിട്ടും എത്തുന്നില്ല. അങ്ങനെ നടന്ന് നമ്മളിപ്പോൾ ഫ്ലൈറ്റ് കയറി. സീറ്റൊക്കെ കുഴപ്പമില്ല, നമുക്ക് അടുത്തടുത്ത് തന്നെ സീറ്റ് കിട്ടി. അപ്പോൾ ഇറ്റലിയിൽ വന്നിട്ട് നമ്മളെ പ്ലാൻസ് ഒന്നും നടന്നില്ല. എനിക്ക് പിസ്സ ഗോപുരം കാണണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ഡ്രസ്സും 2-3 ജോഡി എക്സ്ട്രാ ഡ്രസ്സ് അവിടെ ഇറ്റലിയിലേക്ക് വേണ്ടിയിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും യൂസ് ചെയ്യാൻ പറ്റിയില്ല, എങ്ങും പോവാൻ പറ്റിയില്ല. ഹോട്ടലിൽ റൂം എടുത്തു, പിറ്റേ ദിവസം നമ്മൾ എയർപോർട്ടിൽ വന്നു, അത്ര തന്നെ. എങ്ങും പോകാനൊന്നും പറ്റിയില്ല. അപ്പം നെക്സ്റ്റ് ടൈം നമ്മൾ യൂറോപ്പ് ട്രിപ്പ് പ്ലാൻ ചെയ്യുവാണെങ്കിൽ ഇറ്റലിയും കൂടി കണക്കാക്കി പ്ലാൻ ചെയ്യണം. കാരണം ഇറ്റലിയിൽ നമ്മളിപ്പോൾ വന്നിട്ട് നമുക്ക് എങ്ങും പോകാൻ പറ്റിയില്ല. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് കൊള്ളത്തില്ല എന്നൊക്കെ ഹോട്ടലിൽ നിന്ന് പറഞ്ഞപ്പോൾ നമുക്കും അവിടെ നിൽക്കാനൊരു ടെൻഷനായി. ഇൻ കേസ് നമുക്ക് ഫ്ലൈറ്റൊന്നും കിട്ടിയില്ലെങ്കിൽ നമ്മുടെ പ്ലാൻസ് കംപ്ലീറ്റ് ഫ്ലോപ്പാവും. അപ്പോൾ പിന്നെ നമ്മൾ തിരിച്ച് ജർമ്മനിയിൽ പോകുന്നതാണ് ബെറ്റർ എന്ന് തോന്നി. കാരണം നമ്മുടെ റിട്ടേൺ ടിക്കറ്റ് ജർമ്മനിയിൽ നിന്നാണ്. അതുകൊണ്ട് നമ്മൾ തിരിച്ച് ജർമ്മനിയിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ 1 മണിക്കൂർ 20 മിനിറ്റ് വരുന്ന ഫ്ലൈറ്റ് ടൈം. അപ്പോൾ നല്ല വിൻഡോ സീറ്റ് കിട്ടിയതുകൊണ്ട് നല്ല വ്യൂ ഒക്കെ കണ്ടു പോകാൻ പറ്റി. ഉറക്കമൊന്നും വന്നില്ല, കാരണം ഇന്നലെ നമ്മൾ ബോധം കെട്ടണക്ക് കിടന്ന് ഉറങ്ങിയത് കൊണ്ട് ഉറക്കമൊന്നും അധികം വന്നില്ല. പിന്നെ ഫ്ലൈറ്റിൽ നിന്നൊരു ചോക്ലേറ്റൊക്കെ കിട്ടി, വെള്ളം കുടിക്കാൻ കിട്ടി. അതൊക്കെ തന്നെ ആസ് യൂഷ്വൽ. പിന്നെ കുറച്ച് വീഡിയോസ്, ഇങ്ങനെ പുറത്തെ വീഡിയോസൊക്കെ എടുത്തു. നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ സ്കൈ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇനി ജർമ്മനിയിൽ 2 ദിവസം സ്റ്റേ ചെയ്തിട്ട് നമ്മളവിടെ നിന്ന് റിട്ടേൺ പോവുകയാണ്. അതോടുകൂടി നമ്മൾ യൂറോപ്പ് ട്രിപ്പ് തീരും. അങ്ങനെ നമ്മൾ എയർപോർട്ട് എത്തിയിട്ട് ബാഗ് വരാൻ വേണ്ടിയിട്ട് കുറേ ടൈം എടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ വിളിച്ചിട്ട് ടാക്സി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടാക്സി ഓരോ ടൈമിങ്ങിനാണ്.
അപ്പോൾ നമ്മൾ പറഞ്ഞ ടൈമിങ്ങിന് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല, കാരണം ബാഗ് വന്നില്ല. ഒരുപാട് സമയമെടുത്തു. ബാഗ് കിട്ടി പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ടാക്സി വന്നില്ല. ടാക്സിയുടെ ടൈം അരമണിക്കൂർ വെച്ചിട്ടാണ്. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി കുറേ സമയം അവിടെ ഇരുന്നു. അപ്പോൾ ഇങ്ങനെ ക്രൂവിന് പോകാനുള്ള ബസ്, വേറെ ഹോട്ടലിലുള്ള പാസഞ്ചർ ഇങ്ങനെ സ്റ്റേ ചെയ്യുന്ന ആൾക്കാർ പോകുന്ന ഇതൊക്കെ കണ്ടവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ടാക്സി വന്നു. ഒരു ലേഡിയായിരുന്നു. അവരിങ്ങനെ കത്തിച്ച് വിടുവാണ്. നമുക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല, കാരണം നമ്മൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഒന്നും മനസ്സിലാവുന്നില്ല. ഒരു കാട്ടുവഴി കൂടെയൊക്കെ പോകുന്നു. അപ്പോൾ മനുവേട്ട അവരോട് ചോദിച്ചു, ഇത് ഫോറസ്റ്റ് ആണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇത് ഫോറസ്റ്റിനുള്ളിലാണ്, അവിടെയാണ് ഹോട്ടലെന്ന് പറഞ്ഞു. ഒരു മനുഷ്യവാസം ഒന്നുമില്ലാത്തൊരു സ്ഥലം കണക്കൊക്കെ തോന്നി. കാട്ടിക്കൂടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ്. ഒരു 35 മിനിറ്റ്സ് ഉണ്ട് ടാക്സിക്ക് പോകാൻ വേണ്ടിയിട്ട്. ഫൈനലി നമ്മൾ ഹോട്ടലെത്തി. പോണ വഴിക്ക് നമ്മളൊരു മാക്ഡൊണാൾഡ്സില ബർഗർ കിങ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി ഹോട്ടലിൽ നല്ല ഫുഡ് അല്ലെങ്കിൽ തിരിച്ച് ഇവിടെ വന്നിട്ട് ബർഗർ കിങ്ങിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഹോട്ടലെത്തി. മെർക്കുറി എന്നായിരുന്നു നമ്മുടെ ഹോട്ടലിൻ്റെ പേര്. പുറത്തുനിന്നൊക്കെ കാണാൻ ഗംഭീരമായിരുന്നു, പക്ഷെ അകത്ത് കയറിയപ്പോഴത്തേക്ക് എനിക്കെന്തോ ഒരു ഫുള്ള് ഡാർക്ക്, എന്തോ ഒരു ഡാർക്ക് ഫീല്, ആംബിയൻസ് കംപ്ലീറ്റ് ഡാർക്ക് അങ്ങനെ തോന്നി. നല്ല കളർ തീമൊക്കെ സൂപ്പറായിരുന്നു, പക്ഷേ എന്തോ ഒരു കംപ്ലീറ്റ് ഒരു ഡാർക്ക് ഒരു ഇരുൾച്ച പോലെ എനിക്ക് തോന്നി. ഒരു ലൈറ്റനിങ് ഇല്ലാത്ത കണക്ക് തോന്നി. പിന്നെ ഈ സമയത്ത് റെസ്റ്റോറൻറ്റ് ഓപ്പൺ അല്ല, വൈകുന്നേരം ഇനി ഓപ്പൺ ചെയ്യുള്ളൂ. അപ്പം നമ്മളിനി ലഞ്ച് അല്ലെങ്കിൽ ഡിന്നർ അതിനി നമ്മൾ നോക്കണം. അങ്ങനെ നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. റൂമിൽ പോകുന്ന വഴിയാണെങ്കിൽ കംപ്ലീറ്റ് ഫുള്ള് ഡാർക്ക് കണക്ക് തോന്നി. നമുക്കൊന്നും മനസ്സിലാവുന്നൊന്നുമില്ല. റിസപ്ഷനിൽ നിന്ന് ആരും നമ്മൾ കൂടെ വന്നേന്നുമില്ല റൂം കാണിച്ചു തരാനൊന്നും. അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു മറിഞ്ഞ് ഏകദേശം റൂം എത്തി. കുറേ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിഞ്ഞു മറിഞ്ഞ് നടന്നിട്ടാണ് അവസാനം നമ്മൾ റൂം കണ്ടുപിടിച്ചത്. അങ്ങനെ റൂം എത്തി. റൂമിൻ്റെ ഉള്ളും ഒരു വിൻഡോ ഉണ്ട്, അതുകൊണ്ട് കംപ്ലീറ്റ് ഡാർക്കാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ആ ഒരു ആംബിയൻസ് ഒരു ഡാർക്ക് തന്നെയാണ്, ഒരു ഇരുൾച്ച ഒരു ആംബിയൻസാണ്. അപ്പോൾ നല്ലൊരു വിൻഡോ ഉണ്ട്. വിൻഡോയിൽ കൂടെ നമുക്ക് ഔട്ട് സൈഡ് ഇങ്ങനെ കാണാം. അപ്പോൾ കർട്ടൻ ഓപ്പൺ ചെയ്തിട്ട് നല്ല വെളിച്ചമൊക്കെ ഉണ്ട്. ബാൽക്കണി ഇല്ല, അതിന് വരെ ഈ വിൻഡോ ഉണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ കംപ്ലീറ്റ് ഏരിയ കാണാൻ പറ്റും. നല്ല വിശാലമായ വാഷ്റൂമും റൂമൊക്കെ അടിപൊളിയായിരുന്നു. നല്ല ഫെസിലിറ്റിയൊക്കെ ഉള്ള റൂം. നല്ല ഇഷ്ടപ്പെട്ടു. ഒരു കൊട്ടാരം ഫീല് എന്നൊക്കെ പറയാം. അത് കണക്ക് രാജകീയമായ പഴയ രീതിയിലുള്ള തടി കൊണ്ടുള്ള ഡോറ്, കബോർഡ്സ്, അങ്ങനെ ഇത് കണ്ടല്ലോ ലാമ്പൊക്കെ അങ്ങനെ. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി, കുറച്ച് നടന്ന് സ്ഥലങ്ങളൊക്കെ കാണാമെന്ന് വിചാരിച്ചു. ഫുഡ് മേടിച്ചിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. നമ്മൾ ഈ പോകുന്ന വഴിയിലൊന്നും ആരുമില്ല കേട്ടോ. വൈകുന്നേരമാണ്, 4 മണിയൊക്കെ ആയായിരുന്നു. ആരുമില്ല. കുറേ ഫ്രൂട്ട്സൊക്കെ ഉണ്ട് കേട്ടോ. ഇതുണ്ട് മറ്റേ ബെറീസും ചെറി, അങ്ങനത്തെ കുറേ ടൈപ്സ് ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു. സ്ട്രോബെറി. പിന്നെ ആരുമില്ല വഴിയിൽ എന്ന് പറഞ്ഞാൽ ഒരു വണ്ടിയോ ഒന്നുമില്ലാത്തൊരു വിജനമായ വഴി. പിന്നെ നമ്മൾ അവിടെ പോയിട്ട് ബർഗർ മേടിച്ച് തിരിച്ച് റൂമിൽ വന്നു. ഞാൻ കുറച്ച് ഉറങ്ങിയിട്ടാണ് ഞാൻ ഫുഡ് കഴിച്ചത്, കാരണം ടയേർഡായിപ്പോയി. നല്ല ബർഗറായിരുന്നു, നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഒരു ബർഗർ തന്നെ നമുക്ക് കഴിച്ചാൽ നല്ല വയറ് നിറയും. ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഒരു ഷേപ്പ് കാണിച്ചത്, സ്ട്രിങ് കണക്കിരിക്കുന്ന ഫ്രഞ്ച് ഫ്രൈസും. ബർഗർ സൂപ്പറായിരുന്നു, നല്ല ജ്യൂസി ബർഗറായിരുന്നു. ഇത് കണ്ടോ ഫ്രഞ്ച് ഫ്രൈസ് ചുരുണ്ടിരിക്കുന്നത്. അതിനത് കഴിച്ചു, നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. നാളെ നമ്മൾ പുറത്ത് കറങ്ങാനൊക്കെ പോകുന്നുണ്ട്, അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം. അതുവരേക്കും ബൈ.